ഗ്രീൻ ഹൗസിനെ കുറിച്ചിട്ടുള്ള ട്രോളുകളും അതുപോലെ തന്നെ സൈബർ ബുള്ളിങ്ങും എല്ലാം തുടങ്ങിയ സമയത്തല്ല, അതൊക്കെ ഒന്ന് കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് 235 നിന്ന ഫോളോവേഴ്സ് കൗണ്ടാണ് 232 ഒരു കൂട്ടം ആൾക്കാർ കുറച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് തന്നെ പറയണമല്ലോ. ഇപ്പോൾ ഗ്രീൻ ഹൗസിനെതിരെ ഒരു കൂട്ടം ആൾക്കാർ വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ ഗ്രൂപ്പുകളുണ്ടായിട്ട് മേ ബി അതിൻ്റെ തലവനാരെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ആരും ആവാം, നമ്മൾ പല സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. പല ടീംസും നമുക്കെതിരെ ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ആരൊക്കെയോ മുൻകൈ എടുത്തിട്ട് നല്ല രീതിയിൽ പണിയാൻ നോക്കി. കുറേ ആൾക്കാർ നല്ല രീതിയിൽ കോപ്പി പേസ്റ്റ് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കോപ്പി പേസ്റ്റ് കമൻറ്റുകളൊക്കെ ആയിരുന്നു പലതും നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, എൻ്റെ വീട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങി. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ക്ലീനപ്പിനൊക്കെ വരുന്ന കുട്ടികൾ, പല NSSൻ്റെ NCCയുടെ കുട്ടികൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ബ്രോയ്ക്ക് ഏതെങ്കിലും ടീമുമായിട്ട് അത്യാവശ്യം ഏണിയുണ്ടോ, കാരണം വളഞ്ഞു കൂടിയിട്ടുള്ള ഒരു ആക്രമണം പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന്. കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ അത്യാവശ്യം ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പെയ്ഡ് മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ, വലിയ വലിയ ചാനലുകൾ, അതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന പിള്ളേർ വരെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ, ആരൊക്കെ എത്രത്തോളം ഒരു നല്ല കാര്യത്തിനെ മൊത്തത്തിൽ അടിച്ചമർത്താൻ നോക്കിയെന്ന് പറഞ്ഞാലും ശരിയെന്നും മുന്നോട്ട് തന്നെ പോകും, നല്ലതെന്നും മേലോട്ട് തന്നെ, അതായത് നല്ല രീതിക്ക് തന്നെ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അതായത് 235 നിന്നിട്ടാണ് ഇവന്മാർ അടിച്ചു താത്തി 232 ആക്കാൻ നോക്കിയത്. അവിടുന്ന് 233 സ്റ്റെബിലൈസ് ആയി, 34, 35, ഇപ്പം 236K അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കൊക്കെ ഫ്രസ്ട്രേഷൻ പൊട്ടുമെന്നുള്ളതും ആരൊക്കെ ട്രിഗേർഡായിട്ട് അറ്റാക്കുകൾ കൊണ്ടുവരും എന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊക്കെ എൻ്റെ പുറകെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യസന്ധമായിട്ട് വിളിച്ചു പറയാനും എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമുക്ക് യൂട്യൂബിലാണെങ്കിൽ 3,95,000 പേരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ 2,20,000 പേരായിട്ടുണ്ട്. ഏറ്റവും ആദ്യം തുടങ്ങിയത് നമ്മൾ ഇൻസ്റ്റഗ്രാം തന്നെയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് യൂട്യൂബിലാണ്. ആക്ച്വലി ഈ എണ്ണം എന്നുള്ളത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. എനിക്ക് ഗ്രീൻ ഹൗസ് ഈസ് ഓൾ അബൌട്ട് എ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സാമൂഹിക പ്രതിബദ്ധതയും നല്ലൊരു വിൽ പവറൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഒന്ന് ഒരുമിച്ച് നിർത്തുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇവിടെ ഒരു വലിയൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. അത്രയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമ്മളിവിടെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇതല്ല, നമ്മുടെ ക്ലീനപ്പ് ആക്ടിവിറ്റീസ്. എത്രത്തോളം ആരൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ക്ലീനപ്പുകളെയൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ക്ലീനപ്പുകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇപ്പം ഗ്രീൻ ഹൗസിനെ ട്രോളുകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ. അത് ആക്ച്വലി നമുക്ക് പോസിറ്റീവാണ്. കാരണം നമ്മുടെ വിസിബിലിറ്റി കൂടിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മളെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ ആവശ്യമില്ല എല്ലാവർക്കും ഒന്നും. അപ്പം അവരും ഒക്കെ നമ്മളെ കണ്ടു, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അവർ കണ്ടു എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡ് തന്നെയാണ്. പക്ഷേ ഇവർ ഈ പോസിറ്റീവ് കണ്ടത് ഭയങ്കരമായിട്ട് അടിച്ചു താഴ്ത്തുന്ന മോശമായിട്ട് ചിത്രീകരിക്കുന്ന ട്രോൾ വീഡിയോസിലായിരിക്കാം. പലരും എന്നെ കാണുമ്പോഴും റോഡിൽ പറയാറുണ്ട്, ബ്രോ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ട്രോളിലാണോ ഗ്രീൻ ഹൗസിൻ്റെ വീഡിയോയിലാണോ? ട്രോളിലാണ് കണ്ടിട്ടുള്ളത്, കുഞ്ഞു പിള്ളേർ വരെ. നല്ല കാര്യമാണ്, കാരണം ട്രോളുകളിലൂടെയെങ്കിലും എന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചിന്താശേഷിയുള്ള ചില മനുഷ്യർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ട്രോളുകളിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിൻ്റെ പേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ, പക്ഷേ നീ ചെയ്യുന്നതിൽ നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ചെയ്യുന്നതിലെ നല്ല കോഴ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മുന്നോട്ട് തന്നെ പൊക്കോ. ഇവന്മാരെയൊക്കെ, അതായത് നിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന, കണ്ടന്റ് ഇല്ലാത്ത, നിന്നെ തിന്ന് ജീവിക്കാൻ വരുന്നവന്മാരെ നീ മുതലെടുത്തോ എന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. ആക്ച്വലി അതൊക്കെ ആ ഒരു വൈബിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഒരു വിജയം പറയണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിയൊക്കെ ആയി എന്ന് മനസ്സിലായ ഒരു സ്ഥിതിക്ക് ഒരുപാട് പേർക്ക് നമ്മളെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും കാണും. എൻ്റെ എല്ലാ വീഡിയോ എല്ലാവരും കാണുമെന്ന് ഞാൻ പറയൂല. അപ്പോൾ പല കാര്യങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. എൻ്റെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ എൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ളത് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും, സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി, സ്നേഹിക്കാത്തവർക്ക് എല്ലാവർക്കും നന്ദി. കാണുന്നുണ്ടല്ലോ, അതുതന്നെ ധാരാളം.